ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് മസാല ദോശയായിരുന്നേ. ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ വീക്കെൻഡിൽ എനിക്ക് ജോലിയായിരുന്നു. ഞാൻ ജോലിക്ക് പോയപ്പോൾ ഓർത്ത് ദൈവമേ തിങ്കളാഴ്ചത്തേനൊന്ന് വെള്ളത്തിലിട്ടില്ലല്ലോ ഒന്ന് ജസ്റ്റ് ഇവിടെ കുറച്ച് അരി വെള്ളത്തിലിടാമെന്ന് ചോദിച്ചതേ ഉള്ളൂ. ഒരാഴ്ചത്തേക്കുള്ള അരി എടുത്ത് വെള്ളത്തിലിട്ടെന്നേ. തിങ്കളാഴ്ച ദോശയെ തുടങ്ങിയതാണ്. ദോശയായി ഇഡലിയായി, ഇന്ന് മസാല ദോശ. ഇനിയിപ്പോൾ നാളെ വല്ല ദൊടലി ഉണ്ടാക്കാം അല്ലേ. ഇനി അത് വെച്ച് നാളെ കഴിഞ്ഞ് ഇനി എന്നെ ഉണ്ടാക്കും എനിക്കറിയാൻ മേല. എനിവേ ഞാൻ എഴുന്നേറ്റിട്ട് എനിക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി വെച്ചേ. കാരണം ഉണ്ടല്ലോ ഞാൻ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞിട്ടാണ് പല്ലേക്കാൻ പോകുന്നത്. സാറിന് എല്ലാവരും നേരെ തിരിച്ചല്ലേ പല്ലൊക്കെ തേച്ച് ഫ്രഷ് ആയിട്ട് വന്നിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത്. ഞാൻ നേരെ തല തിരിഞ്ഞാന്നേ ഉള്ളൂ. എനിവേ രാവിലെ കൊച്ചിനെ സ്കൂളിൽ വിടാം എഴുന്നേറ്റപ്പോൾ ഇതൊക്കെ ചെയ്ത് പിന്നെ കിടന്ന് ഉറങ്ങിയെന്ന് എഴുന്നേറ്റിട്ട് പിന്നെ എങ്ങനെ പിന്നെയും പല്ല് തേക്കാതിരിക്കുന്നത് അല്ലേ. ശരിക്കും പറഞ്ഞാൽ കിടക്കണമെന്ന് വിചാരിച്ചൊന്നുമല്ല. ഇന്നലെ ജസ്റ്റ് ആയിട്ട് ചെറിയൊരു ആർഗ്യുമെൻ്റ് ഉണ്ടായേ. ഞാൻ വീടെല്ലാം ഇന്നലെ വൃത്തികേടാക്കിയിട്ടതേ. വൈകുന്നേരം ആയപ്പോൾ രണ്ടും കൂടെ പിന്നെയും വൃത്തികേടാക്കിയിട്ടു. അപ്സൈഡ് ഡൗൺ വീട്. അപ്പോൾ എനിക്ക് നല്ല ദേഷ്യം വന്നു. രണ്ടിനോട്ടും കൊടുത്തു. അപ്പോൾ കൊച്ചിനത് ഫീലായി കേട്ടോ. അവനെ വഴക്കുണ്ടാക്കിയതിലല്ല, ജസ്റ്റോട് വഴക്കുണ്ടാക്കിയത്. ഞാനപ്പോൾ വിചാരിക്കുമായിരുന്നു ഈ പേരൻസ് വഴക്കുണ്ടാക്കുന്ന കാണുമ്പോൾ നമ്മുടെ മക്കൾ എന്തുമാത്രം സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെന്നല്ലേ. പക്ഷേ ഇമ്മാതിരി കുരുത്തക്കേടൊക്കെ കാണിച്ച് എങ്ങനെ വഴക്ക് പറയായിരിക്കും അല്ലേ.